വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ അധപതനത്തിന് ഒരു തരത്തിൽ കാരണം. ഹൈക്കമാൻഡിലിരുന്ന് രാഹുൽ ഗാന്ധി ആവശ്യത്തിന് സ്വയം കോമാളി പരിവേഷം കെട്ടാൻ തരത്തിലുള്ള വാദങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ അതിനു പകരം വി.ഡി. സതീശനുമുണ്ട്. രണ്ടാളും കൂടി ചേരുമ്പോൾ തന്നെ കോൺഗ്രസ് അടപടലം നാണം കെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പിണറായി വിജയനെതിരെ വീണ്ടും ശക്തമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ആരോപണങ്ങൾ കേട്ടാൽ ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ബി.ജെ.പിയുമായുള്ള ബന്ധം തിരഞ്ഞെടുപ്പിന് മുൻപ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പുതിയ വാദം. അതിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയതത്രേ. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഡിന്നർ പരിപാടി പ്ലാൻ ചെയ്തതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സതീശന് ചിലപ്പോൾ മുഖ്യമന്ത്രിയായി പരിചയമില്ലാത്തത് കൊണ്ടാകാം ഇത്തരം അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നത്. ഇത് കേട്ടാൽ രണ്ടു കാര്യമാണ് തോന്നുന്നത്. ഇനി ഈ ബി.ജെ.പിക്കാരൊക്കെ പട്ടിണിയിലായിരുന്നോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ആ പട്ടിണി കിടക്കുന്നതിൽ ഏറ്റവും ഗതികെട്ട് പട്ടിണി കിടക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആണെന്ന് തോന്നും സതീശന്റെ വാക്കുകൾ കേട്ടാൽ. അതോ ഇനി പിണറായി വിജയൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു എന്നാണോ സതീശൻ ഉദ്ദേശിച്ചതെന്നും അറിയില്ല. സാധാരണ നേതാക്കന്മാർ പരസ്പരം കാണുമ്പോൾ ഇത്തരത്തിലുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കലും ചർച്ചയും ഒക്കെ പതിവാണെന്ന് സതീശൻ ഇനിയെങ്കിലും ഒന്ന് അറിയുന്നത് നല്ലതാണ്. നിർമ്മല സീതാരാമനെ പിണറായി ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു എന്നല്ല, പിണറായി നിർമ്മല സീതാരാമനെ സന്ദർശിച്ചപ്പോൾ അവിടെ ലഘുഭക്ഷണം കഴിക്കാനുള്ള ക്ഷണവും കൂടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ മുണ്ടുടുക്കലും മുണ്ടുപറിക്കലും ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് സതീശൻ പുതിയ കോമഡി സ്ക്രിപ്റ്റുമായി ഇറങ്ങിയിരിക്കുന്നത്. ഈ കേരളത്തിൽ എത്രമാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുണ്ട്, അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഏതൊക്കെ മേഖലയിലാണ് ഇനിയും വികസനം നടത്തേണ്ടതെന്നും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും ചെയ്യരുത് എന്നും ചെയ്യുന്നു എന്നും ഒന്നും സതീശന് ധാരണയില്ല. PR ടീം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ PR ടീം പറയുന്നതിനപ്പുറം ഒന്നും പറയാൻ സതീശനും അറിയില്ല. ഇതൊക്കെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഭരണ പാർട്ടിക്കെതിരെ ഉന്നയിക്കേണ്ട ആരോപണങ്ങൾ. അതോ ഇനി പിണറായി സർക്കാരിനെതിരെ പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ഇത്തരം കൊതിയും നുണയും പറയാമെന്ന് ചിന്തിക്കുന്നതാണോ എന്നും അറിയില്ല. എന്താണെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന വാദങ്ങളല്ല സതീശൻ ഉണ്ടാക്കുന്നത് എന്ന് കോൺഗ്രസുകാർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായി. കേവലം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ അടപടലം തലയും കുത്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒക്കത്ത് ഇരിക്കുന്നവരാണോ ബി.ജെ.പിക്കാർ? അതോ ഇനി പിണറായി വിജയൻ ആ ബ്രേക്ക്ഫാസ്റ്റിൽ വല്ല കൂടോത്രവും ചെയ്ത് നിർമ്മല സീതാരാമന് കൊടുത്തത് എന്നാണോ? എന്തൊക്കെയാണ് സതീശന്റെ വില കുറഞ്ഞ വിശ്വാസ പ്രമാണങ്ങൾ? മെയ് ആദ്യവാരം ഡൽഹിയിൽ ഉച്ചയൂണ് കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരമെന്നാണ് സതീശൻ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ പരിപാടികൾ സംഘടിപ്പിച്ച് ബി.ജെ.പിയുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്നും ഡിന്നറിൽ നിന്നും ഗവർണർമാർ പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും സതീശൻ പറഞ്ഞു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ഗുരുതര ആരോപണം നേരിടുന്ന KM എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നത് സംസ്ഥാനത്തിന് അപമാനമാണെന്നും സംസ്ഥാനം കടക്കണിയിലാണെന്ന് പറയുന്നത് വികസന വിരോധികളാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. 2016 1.67 ലക്ഷം കോടി രൂപയായിരുന്ന കടം 10 വർഷം കഴിയുമ്പോൾ 6 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. ആശുപത്രികളിൽ മരുന്നില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, നെല്ല് സംഭരണത്തിന് പണം നൽകുന്നില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും മുടങ്ങി. 5 നയാ പൈസ കയ്യിലില്ലാത്ത സർക്കാരാണ് വാർഷികം ആഘോഷിച്ച് ആർഭാടം നടത്തുന്നതെന്നും ഈ ആർഭാടം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പറഞ്ഞ സതീശൻ ആശാവർക്കർമാർ സമരത്തിലാണ്. ഒരു കാലത്തും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഒഴിവുകൾ ഉണ്ടായിട്ടും PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ആർഭാടം നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സതീശൻ ഇങ്ങനെ പലതും പറയും, കേൾക്കുന്നവർക്ക് തമാശ എന്നല്ലാതെ എന്തു പറയാം.